അത് നടക്കൂല, അത് രസമല്ലല്ലോ, അത് ഖുർആൻ പറഞ്ഞതിനെതിരാണ്. ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്തവൻ നരകത്തിൽ അവന്റെ പാർപ്പിടം പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇതിനെ കുറിച്ച് രണ്ടാണെന്ന് പറഞ്ഞിട്ട് അടുത്ത് ചോദിച്ചോളി, എന്തും ചോദിക്കാം. ഇത് മാത്രം ഇത് പറഞ്ഞ് വേറെ വാളിൽ പറയണ്ട. നിങ്ങൾക്ക് കുറെ പറയാൻ, നിങ്ങൾ ചില്ലറക്കാരനല്ലാന്ന് എനിക്കറിയാം, ഞങ്ങൾക്കും അറിയും. ഞങ്ങളും വെറുതെ അല്ല ഇവിടെ വന്നിരിക്കുന്നത്, ഇതൊക്കെ പറയാൻ അറിഞ്ഞിട്ട് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ കുറെ അങ്ങോട്ട് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഖുർആനിന്റെ ഈ ആയത്തിൽ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ അറിയാം, പ്രശ്നം തീർന്നില്ലേ. കൊടുക്കി മറുപടി പറയാനുണ്ടെങ്കിൽ പറയാം. ഇത് വാളിൽ പറയുന്നത് ആളുകളെ നമ്മൾ ബുദ്ധിമുട്ടാക്കരുത്. മിന്ദൂനില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ആരെയാണെങ്കിലും അതിൽ പെട്ടു. ഇനി അതിന് തർക്കിച്ചിട്ട് സമയം കളയണ്ട. അള്ളാഹു അല്ലാത്ത ആരെ ആരാധിക്കുന്ന ഇലാഹുകളെ ആരാധിക്കുന്നവരും പെട്ടു, അതിൽ ആർക്കും സംശയമില്ല. അള്ളാഹു അല്ലാത്ത ഏത് വസ്തുവിനെ ആരാധിക്കുന്ന ആലിഹത്തല്ലത്തി തഹ്ബുദൂനഹ എന്ന് പറഞ്ഞത് അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്നതിനെ കുറിച്ചാ. മുഹയ്യദ്ദീൻ ശരിയെ വിളിക്കാൻ പാടില്ല എന്നോ റസൂലിനെ വിളിക്കാൻ പാടില്ല എന്നോ ഇതിനുണ്ടെങ്കിൽ കാണിച്ചു കാട്ടി നോണ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു വ്യക്തിയുടെ പേരെടുത്ത് മാത്രം ആ തത്തുല്യമായിട്ട് ഈ മഹാത്മാക്കളെ വിളിച്ച് സഹായം ചോദിക്കാൻ പാടില്ലെങ്കിൽ അതിങ്ങോട്ട് പറയും. അതല്ലേ നിങ്ങൾ ഖുർആൻ പറയാൻ തോന്നി എന്നിട്ട് നുണ പറയാം, പച്ചക്കളവ് ലജ്ജയില്ലാതെ പറയാം. നിങ്ങൾ മാത്രമല്ല ഞാൻ പറഞ്ഞത്, മുജാഹിദ് പ്രസ്ഥാനത്തെ ഒന്നിച്ചാ ഞാൻ പറഞ്ഞത്, അതിൽ നിങ്ങൾ പൊതു തൊത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് പച്ചക്കളവ് ഖുർആന്റെ പേരിൽ പറയാം. ഇതന്നെ നിങ്ങളെ പരിപാടി, സ്ഥിരം പരിപാടി. നേർക്ക് നേരെ കിട്ടുമ്പോ അതിന്റെ നിജസ്ഥിതി സാധാരണക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവും. മാന്യമായിട്ടാണ് പച്ചക്കളവ് എന്നുള്ളത് മാന്യം തന്നെയാണ്. മാന്യത വിട്ടിട്ടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്നത് കളവാണെങ്കിൽ പിന്നെ കളവ് തന്നെ പറയേണ്ടി വരും. അത് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാൻ വളരെ മാന്യമായിട്ടാണ് പറയുന്നത്. ഞാൻ എത്ര വ്യക്തമായിട്ടാ പറയുന്നത്. ഒരായത്തിങ്ങൾ ഓതി തന്ന ഞാൻ നിങ്ങൾ പ്രസ്ഥാനത്തുനിന്ന് രാജിവെച്ചു പോവാന്ന് പറഞ്ഞിട്ട് രാജിവെപ്പിക്കും ഇൻഷാ അല്ലാഹ്. അത് വേറെ കാര്യം, അതല്ല നമ്മുടെ പ്രശ്നം. വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. സാധുവാണ്, നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചതാണ് മുജാഹിദ് എന്ന് പറഞ്ഞിട്ട് മഹാത്മാക്കളെ മുഹയ്യദ്ദീൻ ശേഖരെ വിളിക്കുന്നതിനെ കുറിച്ചാണ്, റസൂലുള്ളാഹിയെ വിളിക്കുന്നതിനെ കുറിച്ചാണെന്ന് സാധുക്കൾ മൗലവിമാർ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചിരിക്കും. പറയുമ്പോൾ പിഴച്ചുപോയ അള്ളാഹു ഒരു വട്ടം 4 വട്ടങ്ങൾ ഓതിയപ്പോഴൊക്കെ പിഴക്കണം. അപ്പൊ നിങ്ങൾ പഠിക്കുന്നത് അങ്ങനെയാണ്, പഠിപ്പിച്ചതും അങ്ങനെയാണ്. അല്ല ഉസ്താദേ, നേരത്തെ ഞാൻ ഖുർആൻ തന്നെ മാറ്റിയത് യഹൂദികൾ പോലും ചെയ്യാത്ത പണി. അതൊക്കെ ഞാൻ മറുപടി പറയട്ടോ. പറഞ്ഞിട്ടുണ്ട് ജൂതന്മാര് ചെയ്യാത്ത പണി സുന്നികൾ ചെയ്തു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുന്നികളെ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ മക്ക മുസ്ലിങ്ങൾ വലിയ മുസ്ലിക്കലാന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. അതൊക്കെ നമുക്ക് മറുപടി ഉണ്ടല്ലോ. അതൊക്കെ ഞാൻ പിന്നെ നിങ്ങൾ അവസാനം ചോദിച്ചൊരു ചോദ്യമുണ്ട്, മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ പറ്റുന്നതിന് പ്രമാണമുണ്ടോ? ഇതൊക്കെ ഉണ്ട്. ഇതിനെ കുറിച്ചൊക്കെ ഇവിടുന്ന് മറുപടി വരാൻ പോവാ. മറുപടി തന്നെയാണ്, പക്ഷെ അതിന്റെ മുമ്പ് ഇതൊന്നും തീരുമാനിക്കണം. ഖുർആൻ ഓതിയിട്ട് നിങ്ങൾ ഈ കളവ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് തീരുമാനിച്ചിട്ട് വേണം നമുക്ക്. ഞങ്ങൾ മക്ക മുസ്ലിക്കന്മാരുടെ മാതിരിയാണോ, ഞങ്ങൾ പിന്നെ ജൂതന്മാരെക്കാളും വലിയ പണി ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇവിടെ CD പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറക്കരുത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളും മറക്കരുത്. ഇതൊക്കെ നിങ്ങളെ കളവുകളൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ പിന്നെന്താ അറിയുന്നത്, വളരെ ശുദ്ധജലം കുടിക്കുക, കട്ടൻ ചായ കുടിക്കുക, ഇതൊക്കെ കുടിക്കുള്ളൂ. വേറെ പലതും മറ്റൊന്നും അകത്താക്കാറില്ല. മുജാഹിദിന്റെ സംസ്ഥാന പുളിക്കൽ വെച്ച് നടന്ന സംസ്ഥാന കൗൺസിലിൽ വെച്ച് കൊടുത്ത സാധനം ഉണ്ടല്ലോ, മുന്തിയ സാധനം, വിദേശ ബ്രാൻഡുള്ള സാധനം, അതൊന്നും ഞങ്ങൾ കഴിക്കാറില്ല. അത് നിങ്ങൾക്ക് പെശക് പറ്റിയതാണ്. നിങ്ങളെ രേഖമാണെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കും. അന്നിപ്പോ നമ്മളെ വിഷയമല്ലല്ലോ. അപ്പൊ നിങ്ങൾ മാന്യമായിട്ട് നിങ്ങളും പറയണം. ഉസ്താദെ, തന്തയില്ലാത്ത ഒരാൾ എഴുതിയ പുസ്തകത്തിൽ നമ്മൾ ഈ മാന്യമായ സ്റ്റേജിൽ നിന്ന് അത് പറയണം. തന്തയുള്ള ബുക്കാണെന്ന് ഞാൻ തെളിയിച്ചു എന്നാ പ്രശ്നം തീർന്നില്ലേ? അപ്പം തീരും. അത് 6ാമത്തെ ചോദ്യമാണ്. അത് ഞാൻ പിന്നെ മറുപടി പറയും. ഇപ്പൊ നമ്മളെ ഇന്ദൂന്നുള്ള ആയത്തെ എവിടെ എത്തി എന്നുള്ളതാണ് ഇപ്പൊ നമ്മളെ പ്രശ്നം. ഇന്ദൂന്നുള്ള ഞാൻ പറഞ്ഞു, ഞങ്ങള് പാടില്ല. അല്ല ഉസ്താദ്, ഒന്ന് കേട്ട ഞാൻ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളത് ആയത്തോതി പാടുണ്ട് എന്നുള്ള ഒരായത്തോതാൻ ഞാൻ ഒരുപാട് സമയമായി വെല്ലുവിളിക്കുന്നു. ആയത്തോതി നിങ്ങൾ ആയത്തോതി ഏതായത് ആയത്തിൽ എവിടെ അതെനിക്കറിയില്ല. ഞാൻ ആയത്തിയാ ഓദിക്കണ്. അങ്ങനെ ഞാൻ ഓതി ഞാൻ ഓദിക്കണ്. ആയത്തിലെവിടെ അതെവിടെ എനിക്കറിയില്ല. ആയത്തിയാ ഓദിക്കുന്നു. അതൊന്നും നടക്കൂല കാക്ക. പല കാലത്തെ ഭാര്യയല്ലല്ലോ. ഇപ്പൊ നമ്മളെന്ത് തെങ്ങളി പറഞ്ഞു. മനുഷ്യന്മാരൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകളല്ലേ. ഇതിപ്പോ മനുഷ്യന്മാരോട് പറയാൻ പറ്റും. നിങ്ങൾ വേറെ ചോദ്യം ഉണ്ടെങ്കിൽ ഇത് രണ്ടാളൊന്ന് ചോദിച്ചിട്ട് തീരുമാനിച്ചിട്ട് നിങ്ങൾ വേറെ ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അടുത്ത ചോദ്യത്തിൽ കൊടുക്കാൻ വേറെ ആൾക്ക് കൊടുക്കുക. അല്ലാതെ കളവ് പറയാൻ പറ്റില്ല. വേറൊന്നും വെറുതെ ഇങ്ങനെ വാള് പറഞ്ഞിട്ട് ആളുകൾക്ക് വിരസതനുഭവിക്കും. നമ്മൾ ഈ സഭാത്തൊന്നും നമ്മൾ സാധാരണ അനുവദിക്കാറില്ല. നിങ്ങൾ നിങ്ങളെ വയസ്സ് മാനിച്ച് ഞാൻ അങ്ങനെ ചെയ്യില്ല. കൊടുത്തോളൂ.
ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവസാനിപ്പിക്കണ്ട, ഇതിനെ കുറിച്ച് തീരുമാനം പറഞ്ഞ് പിന്നെ ചോദിക്കാം. അല്ല, കാരണം എന്താണ് കാക്കാന്നൊക്കെ വിളി തുടങ്ങി, ഇനി നായിന്റെ മോനെ എന്നൊക്കെ വിളിക്കാനുള്ള കാക്കാന്ന് പറഞ്ഞ നായിന്റെ മോനെ എന്ന് വിളിക്കുന്ന മാതിരിയാ സുബഹാനല്ലാഹ്. ഞങ്ങളുടെ ഉത്തരം മുട്ടുമ്പോ അങ്ങനെയാണല്ലോ ഉണ്ടാവുക. സുബഹാനല്ലാഹ്, ഞാൻ മലപ്പുറം ജില്ലക്കാരൻ. കാക്കാന്ന് പറഞ്ഞ ഞങ്ങളുടെ നാട്ടിൽ ബഹുമാനിച്ച് പറഞ്ഞൊരു പദാട്ടോ. സുബഹാനല്ലാഹ്, ആരും തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളെ മലപ്പുറം ജില്ലക്കാർ പറയുന്നുണ്ട് കാക്ക, റഹ്മത്തുള്ളാഹി സക്കാഫിണ്ട്, വളരെ ബഹുമാനിച്ച് പറഞ്ഞ പദാണ് കാക്കാന്ന്. അല്ലാതെ നായിന്റെ മോനെ, പച്ചട മോനെ, കാക്കെ എന്ന് വിളിക്കണം, അത് ഒരു അത് നിങ്ങൾ പറഞ്ഞ് നമ്മളെ സഭ്യതരമായ ശൈലിയാണ്. അതൊന്നും നമ്മളെ ഈ സദസ്സിനോട് അത് ഉത്തരം മുട്ടുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു പദമാണെന്നേ ഞാൻ കരുതുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ സഭ്യതരമായി ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നുള്ള ആയത്ത് നിങ്ങൾ ഓതി, അത് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ അടുത്ത ആൾക്ക് ചോദിക്കാം.